ഓക്കെ, മൂന്നാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ആൻസർ ആനി 3 ക്വസ്റ്റ്യൻസ്, 3 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. പിന്നെ 4 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടെ പറയുന്നത് എക്സ്പ്ലെയിൻ എനി 2 സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി റിഗാർഡിംഗ് ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സ്. നമ്മളെ സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി ആണ് ഇതിൽ ചോദിക്കുന്നത്. ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയുടെ കേന്ദ്ര പ്രശ്നം എന്ന് നമ്മൾ പറയുന്ന സാധനം. ഒന്നാമത്തെ ചാപ്റ്ററിനെ നമ്മൾ തുടങ്ങുന്നത് ഈ ഒരു സാധനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ലോകത്ത് കുറഞ്ഞ വിഭവങ്ങളേ ഉള്ളൂ. ലോകത്ത് ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ മാത്രമുള്ള വിഭവങ്ങൾ എന്തില്ല, ഇവിടെ ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ കാരണം അതാണ്. ഇഷ്ടംപോലെ ആഗ്രഹങ്ങളും ആ ഇഷ്ടംപോലെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങളും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പിന്നെ ഈ എക്കണോമിക്സ് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം ഇവിടെ കുറഞ്ഞ സാധനങ്ങളേ ഉള്ളൂ, റിസോഴ്സസ് ആർ ലിമിറ്റഡ്, പിന്നെ ഹ്യൂമൻസ് വാൺസ് ആർ അൺലിമിറ്റഡ്. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ പറയൽ. നമ്മളെ ആവശ്യങ്ങൾ തീർത്താൽ തീരില്ല. എല്ലാവർക്കും കൊട്ടാരം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഇവിടെ സ്ഥലമില്ല. പിന്നെ അതുപോലെ തന്നെ എന്തില്ല, കൊട്ടാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാരണം. അപ്പം ഇനി ഇവിടുത്തെ പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ പ്രശ്നത്തിൻ്റെ കാരണമാട്ടോ നമ്മൾ പറഞ്ഞത് ഏത് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, ഹ്യൂമൻ വാൺസ് ആർ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞത്. അപ്പം ഇനി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, ഒരു എക്കോണമിയുടെ കേന്ദ്ര 2 പ്രശ്നങ്ങൾ മാത്രമേ ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. 3 പ്രശ്നങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ഒന്ന്, വാട്ട് പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. എന്തുൽപ്പാദിപ്പിക്കണം, ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് ഒന്നാമത്തെ വിഷയം. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം, ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ ഇവിടെ എന്തുൽപ്പാദിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താക്കാന്ന് ചെറിയൊരു ഒരു ഉദാഹരണത്തിന് നമുക്ക് ആകെ ഒരു 10 ഏക്കർ പാടേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ആ 10 ഏക്കർ പാടത്ത് ഫീൽഡിൽ നമ്മൾ നെല്ല് ഉൽപ്പാദിപ്പിക്കണോ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കണോ, ഏതാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇനി ഉൽപ്പാദിക്കുമ്പോൾ തന്നെ ഏതളവിൽ എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്, മൊത്തം നെല്ലാക്കണോ, അതല്ല കുറച്ച് ഗോതമ്പിന് വിട്ടുകൊടുക്കണോ, അതല്ല പൂർണ്ണമായിട്ട് ഗോതമ്പാക്കണോ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം, എന്തുൽപ്പാദിപ്പിക്കണം, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഉദാഹരണമൊക്കെ വെച്ചിട്ട് എഴുതണം, കാരണം 4 മാർക്കിൻ്റെ ചോദ്യമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് ഹൗ ടു പ്രൊഡ്യൂസ് ആണ്. അപ്പോൾ ഒന്നാമത്തത് വാട്ട് ആൻഡ് ക്വാണ്ടിറ്റി, രണ്ടാമത്തേത് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. ഈ ഹൗ ടു പ്രൊഡ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് 2 രൂപത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. 2 രൂപത്തിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്താക്കാം, മെഷീനറി. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഫീൽഡ് നമുക്ക് ഉദാഹരണം എടുക്കാം, പാടം തന്നെ ഉദാഹരണം എടുക്കാം. ഓക്കെ, അവിടെ എന്താക്കുകയാണ്, നമ്മൾ 100 ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിന് പകരം ഒരു ട്രാക്ടർ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താ ചെയ്യുകയാണ്, 2 ദിവസം കൊണ്ട് മൊത്തം നമ്മൾ ഉഴുത് മറിക്കുകയാണ്. അങ്ങനെ ഉഴുത് മറിക്കുന്ന സമയത്ത് നമ്മൾ ട്രാക്ടറാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ജോലി എന്തായി, അവിടെ ഇല്ലാതായി. ഇനി അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും ചെയ്യാം. നമ്മളെന്താക്കുന്നില്ല, കാര്യമായിട്ട് മെഷീനറീസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഫുൾ എന്താക്കുകയാണ്, നമ്മൾ തൊഴിലാളികളെ വെച്ചിട്ട്, അതായത് മനുഷ്യന്മാരെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹൗ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ 2 സാധനമുള്ളത്, ഒന്ന് ലേബർ ഇൻറ്റൻസീവും ഒന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവും. അതിൽ ലേബർ ഇൻറ്റൻസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ തൊഴിലാളികളെ വെക്കുക, എന്നിട്ട് എന്താക്കുക, മെഷീനറികൾ കുറക്കുക എന്നുള്ളതാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവിലോണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ മെഷീനറി വെക്കുക, തൊഴിലാളികളെ കുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എന്താക്കാം, നമുക്ക് ചൂസ് ചെയ്യുക, സെലക്ട് ചെയ്യുക. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ ലേബർ കൂടിക്കഴിഞ്ഞാൽ, കൂടുതൽ ആളുകൾക്ക് തൊഴിലെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാവുള്ളൂ, പർച്ചേസിങ് പവർ ഉണ്ടാവുള്ളൂ, അതായത് സാധനം വാങ്ങാൻ കഴിയുള്ളൂ. ഇവിടെ ഇതിൻ്റെ മുതലാളിക്കും ഡ്രൈവർക്കും മാത്രമേ പണിയുള്ളൂ. നമ്മളെ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങേണ്ട ആരാ, ഇവിടുത്തെ നാട്ടുകാരനല്ലേ, ഈ മനുഷ്യന്മാർ തന്നെയാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ 100 ആളുകൾക്ക് എന്തുണ്ടാവും, വാങ്ങാനുള്ള പവർ ഉണ്ടാവും. ഇവിടെ എന്താവുള്ളൂ, 2 ആളിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ പവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാർ ആലോചിക്കുക ഇതാണ് നല്ലതെന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചിലവിൽ കാര്യങ്ങൾ എന്താവും, പൂർത്തിയാവും. ഇത് സമയം എടുക്കും ചെയ്യും, ചിലവ് കൂടും ചെയ്യും. അപ്പം
പിന്നെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാർ ജനങ്ങളുടെ വെൽഫെയർ നോക്കിയിട്ട് ഇത് സെലക്ട് ചെയ്യും. അതേസമയം ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാർ അവരുടെ ലാഭം നോക്കിയിട്ട് ഇതും എന്താവും സെലക്ട് ചെയ്യും. അപ്പോൾ രണ്ട് പ്രശ്നം നമ്മൾ പറഞ്ഞു. ഒന്ന് വാട്ട് ആൻഡ് ക്വാണ്ടിറ്റി, അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഹൗ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് രണ്ട് കേസാണുള്ളത്. പിന്നെ ലേബർ ഇൻറ്റൻസീവും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവും. മൂന്നാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞത് പിന്നെ ഹും ടു പ്രൊഡ്യൂസ് ആണ്. ഹും ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ സാധാരണഗതിയിൽ രണ്ട് കാര്യങ്ങൾ പറയലുണ്ട്. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പറയൽ ആരെ ഫോക്കസ് ചെയ്യണം, നമ്മളെ കസ്റ്റമർ ആരാവണം. ഇപ്പം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇവിടെ നെല്ലും പിന്നെ വേറെ എന്തെങ്കിലും കുറച്ച് പൈസ കൂടിയ ക്യാഷ് കൂടിയ കുറച്ച് സാധനമാണെന്ന് വിചാരിക്കുക. നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആർക്കും വേണ്ടിയിട്ടായിരിക്കും? പാവങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അതേസമയം മറ്റേ പൈസ കൂടിയ സാധനം ആർക്കായിരിക്കും? പിന്നെ മുതലാളിമാർക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പം എന്തുൽപ്പാദിപ്പിക്കണം, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളിടത്ത് വേറൊരു ചിന്തയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് ഇൻകം അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പിന്നെ നമുക്ക് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണുള്ളത്. ലാൻഡും നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പറയുന്നത് ലാൻഡും ലേബറും ഓർഗനൈസേഷനും അതുപോലെ തന്നെ ക്യാപിറ്റലും, അവരുടെ വിതരണത്തെക്കുറിച്ചാണ് ഇതിൻ്റെ ചർച്ച എന്ന് പറയാറുണ്ട്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സാധനം വാങ്ങാനുള്ള ശേഷി എപ്പോഴാണ് ഉണ്ടാകുക? ജോലിക്ക് പോകുമ്പോഴാണ്, അതിൽ നമുക്ക് വാടക കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് നടത്തുമ്പോഴാണ്. അങ്ങനെയല്ലേ നമ്മളിലേക്ക് പൈസ വരിക. അപ്പോൾ ആ പൈസയാണ് എന്താക്കുന്നത്? ഈ പർച്ചേസിങ് പവർ എന്ന് പറഞ്ഞ സാധനം. അതും കൂടെ എന്താക്കണം? നമ്മൾ അതിൻ്റെ കൂട്ടത്തിലൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ 3 പ്രശ്നങ്ങളാണ്. ഒന്ന് വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, അതിൽ 2 ലേബർ ഇൻറ്റൻസീവും ക്യാപിറ്റൽ ഇൻറ്റൻസീവും, മൂന്നാമത്തത് ഹും ടു പ്രൊഡ്യൂസ്, ആർക്കും വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അത് വിശദീകരിച്ചിട്ട് എന്താക്കാം? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിശദീകരണം എന്താക്കുക അവിടെ കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ദ ടേബിൾ ഷോസ് ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് എ കൊമോഡിറ്റി സോൾഡ് ഇൻ എ മൊണോപ്പൊളി. ഒരു മാർക്കറ്റിൽ വിറ്റ പിന്നെ സാധനത്തിൻ്റെ വിലയുണ്ട്, എണ്ണമുണ്ട്. ഇത് രണ്ടും വെച്ചായിട്ട് നമ്മൾ TR കണ്ടെത്തണം, അതുപോലെ തന്നെ AR കണ്ടെത്തണം. അപ്പോൾ ആദ്യം എന്താണ് TR, എന്താണ് AR എന്ന് പിന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് എന്താക്കാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ കയ്യിൽ പിന്നെ ഒരു 10 റുപ്യേൻ്റെ ഒരു പെന്നുണ്ട് എന്ന് വിചാരിക്കുക. 10 റുപ്യേൻ്റെ 10 പെന്ന് വിറ്റാൽ എനിക്ക് എത്ര കിട്ടും? 100 റുപ്യ കിട്ടും. ഇതാണ് ഈ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞത്. TR എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കയ്യിലുള്ള എത്ര ക്വാണ്ടിറ്റി ആണോ എൻ്റെ കയ്യിലുള്ളത് അത് മൊത്തം കൊടുത്താൽ എത്രയാണോ കിട്ടുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? TR എന്ന് പറയാം. ഇനി ആവറേജ് റവന്യൂ എന്താണെന്നുള്ളത് നോക്കുക. ആവറേജ് റവന്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ അതാ 10 പെന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, 10 റുപ്യക്ക് വിറ്റ്, അപ്പോൾ 100 റുപ്യാണ് എന്തായത് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു പെന്നിന് എത്രയാണ് വില? ഈ കണക്കൊന്ന് മാറ്റി പിടിക്കാം. മറ്റേ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കണക്ക് എന്താക്കുക, ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരു പെന്നിന് 10 റുപ്യേന്, ഓക്കെ, ഒരു പെന്നിന് 10 റുപ്യാണ്. പക്ഷേ ഞാൻ പിന്നെ വിറ്റത് 10 പെന്ന് വിറ്റ്. 10 പെന്ന് വിറ്റപ്പോൾ ഞാൻ പെന്ന് കൊടുത്തത് 90 റുപ്യക്കാണ്. അങ്ങനെയാണെങ്കിൽ 10 പെന്ന് വിൽക്കുന്ന സമയത്ത് ഒരു പെന്നിന് എത്രയാണ് വില വരുന്നത്? 10 പെന്ന് വിൽക്കുന്ന സമയത്ത് ഒരു പെന്നിന് എത്രയാണ് വില വരുന്നത്? അതിനാണ് നമ്മൾ ആവറേജ് റവന്യൂ എന്ന് പറയാം. ഒന്നുകൂടെ നോക്കുക. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുള്ള മൊത്തം സാധനം വിറ്റാൽ എത്രയാണ് പൈസ കിട്ടുക, അതിനാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയാം. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റവന്യൂ നമുക്ക് കിട്ടിയ പൈസേനെ നമ്മൾ എന്താക്കാണ്, നമ്മൾ വിറ്റ സാധനം ഓരോന്നും എത്ര പൈസ നമുക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ് എന്താക്കുക ആവറേജ് റവന്യൂ നോക്കുക. ഫോർ എക്സാമ്പിൾ ഒരു പെന്നിന് 10 റുപ്യ, 10 പെന്ന് കൊടുത്തത് ഞാൻ 90 റുപ്യക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ 90 റുപ്യക്ക് ഞാൻ 10 പെന്ന് കൊടുക്കുമ്പം ഒരു പെന്നുമ്പോൾ എത്രയാണ് എനിക്ക് കിട്ടുക? 9. ഇതാണ് ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കുക, ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. 10 റുപ്യേൻ്റെ സാധനം ഒന്നല്ലേ വിറ്റത്, അപ്പോൾ എത്ര തന്നെ ഉണ്ടാവുക? 10 തന്നെ ഉണ്ടാവുക. ടോട്ടൽ റവന്യൂ 10 തന്നെയാണ്, ആവറേജ് റവന്യൂ 10 തന്നെയാണ്. അത് ഒന്നിൻ്റെ വില കേട്ടോ ഈ ആവറേജ് റവന്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി രണ്ടാമത്തെ സാധനം വിറ്റത് എത്ര റുപ്യക്കാണ്? 8 റുപ്യക്കാണ്. അപ്പം സാധനത്തിൻ്റെ വില 8 റുപ്യ, രണ്ടെണ്ണം വിറ്റു. അപ്പോൾ എത്ര ഉണ്ടാകുക? 16 റുപ്യ ഉണ്ടാകുക. 16 റുപ്യ ആകുമ്പോൾ ആവറേജ് റവന്യൂ എത്രയാണ്? 8 റുപ്യാണ് അല്ലേ? ഒരു പെണ്ണിന് എത്ര വില ഉണ്ടാകുക നോക്കിയാൽ മതി. ഇനി അടുത്തത് നോക്കുക, 6 റുപ്യാണ് സാധനത്തിൻ്റെ വില, 3 വിറ്റ്. അപ്പോൾ എത്ര ഉണ്ടാവുക? 18 വിൽക്കുമ്പം 18 റുപ്യക്ക് ഞാൻ 3 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 1 എത്ര കിട്ടിയിട്ടുണ്ടാവുക? 6. ഇനി 4 × 4 12. ഒന്നിന് എത്ര വില വരിക? 4. അപ്പോൾ ഈ പ്രൈസും അതുപോലെ തന്നെ ആവറേജ് റവന്യൂ എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നെന്താക്കാൻ പറ്റും? ഇവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 2 5 10. ഒന്നിന് എത്ര വില? 2 റുപ്യ. അപ്പോൾ സാധാരണഗതിയിൽ ആവറേജ് റവന്യൂ കാണാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. TR/Q. ഇവിടെ TR ഏതാ? ഇതാണ് 10. Q എന്ന് പറഞ്ഞാൽ ഏതാ? 10/1. ഇവിടെ ക്വാളിറ്റി എന്നാണ് പറഞ്ഞത്, ക്വാണ്ടിറ്റി ആട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് 16/2 8, 18/3 6, 12/4 4, 10/5 2. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്, ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ കംപ്ലീറ്റ് ദ ടേബിൾ കാൽക്കുലേറ്റ് ദ ടോട്ടൽ റവന്യൂ ആൻഡ് ആവറേജ് റവന്യൂ. അത് നമ്മൾ എന്താക്കി ചെയ്തു. വളരെ സിമ്പിളായ സാധനം കേട്ടോ. അത് ചെയ്താൽ 4 മാർക്ക് എന്താവും കിട്ടും. ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ വേറെ കാര്യം കൂടെ പറയുന്നുണ്ട്. ലിസ്റ്റ് ആനി 2 ഫീച്ചേഴ്സ് ഓഫ് എ മൊണോപ്പൊളി. ഒരു മൊണോപ്പൊളിൻ്റെ പിന്നെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എന്താക്കുന്നുണ്ട് നമ്മളോട് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ആദ്യം പിന്നെ മൊണോപ്പൊളി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ എന്നറിയാം. മോണോ എന്ന് പറഞ്ഞാൽ തന്നെ സിംഗിൾ എന്നല്ല അർത്ഥം. അപ്പോൾ അവർ മാത്രമേ ആ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത അതുതന്നെയാണ്. എന്ത്? അവർ ഒരു ഓണർ മാത്രമേ എന്തുണ്ടാവുള്ളൂ ആ മാർക്കറ്റിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ വേറൊന്ന് രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ചായ ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കാം? കോഫിയിലേക്ക് മാറാം. ചെരുപ്പില്ലെങ്കിൽ നമുക്ക് ഷൂയിലേക്ക് മാറാം. അതേസമയം ഈ മൊണോപ്പൊളിയിൽ എന്തുണ്ടാവില്ല എന്നോ അതിനോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുണ്ടാവില്ല? വേറെ ഉണ്ടാവില്ല എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ട്രെയിൻ എന്നുള്ള സാധനത്തെ ഏകദേശം എന്താക്കുക? ഒരു ഉദാഹരണമാക്കി എടുക്കട്ടോ. അപ്പോൾ ഇന്ത്യൻ്റെ പിന്നെ അവസ്ഥയിൽ നമുക്ക് ട്രെയിൻ ഒരു മൊണോപ്പൊളി മാർക്കറ്റാണെന്ന് പറയാം. ഓക്കെ. സർക്കാരിൻ്റെ കയ്യിലാണ്. ഇനി അത് പ്രൈവറ്റ് ആണെന്ന് നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ എന്താവും? സംഗതി ക്ലിയർ ആവും. നമുക്ക് ട്രെയിനിൻ്റെ അതേമാതിരി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടാനുണ്ടോ? ഇല്ലല്ലോ. വേറെ ട്രെയിനല്ലേ കിട്ടുന്നുള്ളൂ. ബസ് എന്താവില്ല, ട്രെയിനിൻ്റെ അങ്ങോട്ട് ഇതാവില്ല. പിന്നെ വിമാനം എന്ന് പറയുമ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ അത്ര എളുപ്പത്തിൽ പോയി വരാനും പറ്റില്ല. കുറച്ച് പേപ്പർ, പിന്നെ ടിക്കറ്റ് ബുക്കിംഗ്, ഇങ്ങനത്തെ ഒരു സീനാണല്ലോ. അപ്പോൾ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഒരു മുതലാളി മാത്രമേ എന്തുണ്ടാവുള്ളൂ? അവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ മോണോ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇനി വേറെ സാധനം നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവിടെ പ്രൈസ് മേക്കറാണ്, പ്രൈസ് ടേക്കർ അല്ലാന്ന്. പ്രൈസ് ടേക്കറും പ്രൈസ് മേക്കറും നമ്മളുള്ള മാറ്റം മനസ്സിലാക്കുക. പ്രൈസ് മേക്കർ എന്ന് പറഞ്ഞാൽ അവരെത്രയാണോ തീരുമാനിക്കുന്നത് അതായിരിക്കും ആ സാധനത്തിൻ്റെ വില. ഇനി പ്രൈസ് ടേക്കർ എന്ന് പറഞ്ഞാലോ മാർക്കറ്റിൽ എന്താണോ വില ഉള്ളത് അതെല്ലാം മുതലാളിമാരെന്താവേണ്ടി വരും? സ്വീകരിക്കേണ്ടി വരും. ഇതിനാണ് പ്രൈസ് ടേക്കർ എന്ന് പറയാം. അപ്പോൾ 3 നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നോക്കുക, എക്സ്പ്ലെയിൻ ഫങ്ഷൻ ഓഫ് മണി. പിന്നെ ഇതിലിനി മൊണോപ്പൊളിയിൽ നമുക്കൊരു സാധനം കൂടെ വേണമെങ്കിൽ എന്താക്കാന്നോ അധികം പറയട്ടോ. നോക്കാം നമ്മൾ. ഇതാ ഒന്ന് സിംഗിൾ സെല്ലർ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതും നമ്മൾ പറഞ്ഞു. ഹൈ ബാരിയേഴ്സ് ടു എൻട്രി, അതും കൂടെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഹൈ ബാരിയേഴ്സ് ടു എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് എന്താക്കാൻ പറ്റില്ല എന്നോ തോന്നുന്ന മാതിരി ആ മാർക്കറ്റിലേക്ക് നമുക്ക് കിടക്കാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് തന്നെ നമ്മൾ ഇന്ത്യൻ റെയിൽവേ പറഞ്ഞത്. എല്ലാവർക്കും ട്രെയിൻ തുടങ്ങാൻ പറ്റുമോ? ഇല്ല. പിന്നെ അബ്നോർമൽ പ്രോഫിറ്റാണ് അതിൻ്റെ വേറൊരു സൗകര്യം എന്ന് പറഞ്ഞത്. അബ്നോർമൽ പ്രോഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റാണ്. സാധാ ഒരു ലാഭമല്ല അതിന്മേൽ ഉണ്ടാവുക. കാരണം എന്താ? ഓല് മൊണോപ്പൊളിയാണ്, ഓലെ കുത്തകയാണ്. ഓല് വിചാരിച്ച രൂപത്തിൽ ഓൽക്ക് എന്താക്കാൻ പറ്റും? പൈസ കൂട്ടാൻ പറ്റും. വേറെ ആർക്കും എന്താക്കാൻ പറ്റില്ല? ഫീൽഡിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല വരുമാനം എന്താക്കും? മൈമന്നുണ്ടാവും. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് അല്ല, അബ്നോർമൽ പ്രോഫിറ്റാണ് അതുകൊണ്ട് എന്താവുന്നത്? കിട്ടുന്നത്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മണിയാണ്.
ഫങ്ഷൻ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ് മണിയുടെ ഫങ്ഷന്? അപ്പോൾ പ്രധാനപ്പെട്ടത് ഒന്ന് ഈ എക്സ്ചേഞ്ച് തന്നെയാണ്. സാധനങ്ങൾ കൊടുക്കാനും വാങ്ങാനും ട്രാൻസാക്ഷൻ നടത്തുക. നമ്മളെന്താക്കുന്നു? ക്യാഷ് കൊടുക്കുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. ഒന്ന് അത് തന്നെയാണ്. പിന്നെ വേറൊന്ന് സ്റ്റോർ വാല്യൂ എന്നൊക്കെ പറയും നമ്മൾ. സ്റ്റോർ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തേക്കാൻ പറ്റുന്ന സാധനമാണ്. ഇപ്പം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിക്ക് പോയി, കൂലിയായിട്ട് നമുക്ക് പൈസ അല്ല കിട്ടിയത്. പിന്നെ എന്താ കിട്ടിയത്? 22 കിലോ തക്കാളിയാണ് കിട്ടിയത്. നമുക്കൊരു സ്റ്റോർ വാല്യൂ എന്ന് പറയാൻ പറ്റുമോ? അത് എടുത്തു വെക്കാൻ പറ്റുമോ? പിന്നൊക്കെ ഇല്ല. അപ്പം പൈസ കൊണ്ട് എന്താക്കാൻ പറ്റും? നമുക്ക് പൈസ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതൊരു കോമൺ മെഷറാണ്. അത് നമ്മൾ എന്താക്കണം? ഇവിടെ മനസ്സിലാക്കണം. ഒരു കോമൺ മെഷറാണ്, അതായത് പൊതുവായൊരു യൂണിറ്റാണ്. സാധനങ്ങളുടെ വില അളക്കാനുള്ള പൊതുവായൊരു യൂണിറ്റാണ് നമ്മൾ പൈസ എന്ന് പറഞ്ഞത്. നിങ്ങൾ പൈസ ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു അരിക്ക് വന്നാണ്ട് അരിക്ക് എത്ര വില എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയില്ല. അരി നിങ്ങൾ എങ്ങനെ കൊടുക്കണമെന്നൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓല് പറയും 2 ആട് തന്നേക്ക്, ഇല്ലെങ്കിൽ ഒരു പശുവിനെ തന്നേക്ക്, ഇല്ലെങ്കിൽ ഒരു 20 ഉരുളക്കിഴങ്ങ് തന്നേക്ക്, ഇങ്ങനെയൊക്കെ പറയും. അവർ ഒരു കോമൺ ആയിട്ട് എന്തുണ്ടാവില്ല? ഒരു സാധനം ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ നമുക്ക് ഒരു സാധനത്തിൻ്റെ ഓണർഷിപ്പ് വേറൊരാളിലേക്ക് നമുക്ക് എന്താക്കാൻ പറ്റും? മാറ്റാൻ പറ്റും പൈസ കൊണ്ട്. അതായത് ഞാൻ എന്താക്കുകയാണ്? ഒരു സാധനം വേറെ കൊടുക്കുകയാണ്, ആ പൈസ ഇങ്ങോട്ട് തരലോട് കൂടെ ഈ സാധനത്തിൻ്റെ ഓണർ ആരായി മാറി? മൂപ്പരായിട്ട് മാറി. അതും എന്താണ്? ഇതിൻ്റെ ഒരു നേട്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെന്താ കടം വാങ്ങൽ കൊടുക്കൽ. ഈ പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ആലോചിച്ച് നോക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഒരാൾ ഇന്ത്യയിൽ പിന്നെ നല്ല തക്കാളിക്ക് പറ്റ വില കുറഞ്ഞ സമയത്ത് ഞാൻ എന്താക്കി? ഓൻ്റെ നിന്ന് ഒരു 20 തക്കാളി വാങ്ങിനു. പിന്നെ ഞാൻ തക്കാളി അവന് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ എന്താണ് തക്കാളി തിരിച്ചു കൊടുക്കുന്നത്. അപ്പം വലിയൊരു നഷ്ടമല്ലേ അവിടെ സംഭവിക്കണത്. ഓക്കെ. അപ്പം നമുക്ക് കടം കൊടുക്കാൻ, വാങ്ങാൻ, അതുപോലെ തന്നെ ഓണർഷിപ്പ് മാറ്റാൻ, പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിലൊരു പൊതുവായിട്ടൊരു വില പറയാൻ, പിന്നെ സാധനങ്ങൾ എക്സ്ചേഞ്ച് നടത്താൻ, ഇതൊക്കെയാണ് എന്ത് പിന്നെ ക്യാഷിൻ്റെ ഫങ്ഷനുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഇവിടെ പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഇവിടെ നമ്മൾ ഡയഗ്രാം വരക്കണം കേട്ടോ. അനലൈസ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ആദ്യം നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താണെന്നുള്ളത് പറയാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബിസിനസ്സിൽ നമുക്ക് എന്തുണ്ടെന്ന് പറയാം? 2 കാലഘട്ടമുണ്ട്. 2 കാലഘട്ടം മീൻസ് 2 കാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബിസിനസ്സിൻ്റെ കണക്കുകൾ എന്താകുന്നത്? രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പറയുന്നത്. അതിലൊന്ന് ഷോർട്ട് ടേം ആണ്, പിന്നെ ഒന്ന് ലോങ് ടേം ആണ്. ഈ ഷോർട്ട് ടേമും ലോങ് ടേമും എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്താക്കാൻ പറ്റില്ലെന്നോ? ഇപ്പോൾ ഈ ഭൂമി, പിന്നെ അതുപോലെ തന്നെ ലേബർ, ഈ സാധനങ്ങളൊന്നും എല്ലാം നമുക്കൊരു ചെറിയ കാലഘട്ടത്തിനിടയിൽ നമുക്ക് പിന്നെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ എല്ലാത്തിനെയും മാറ്റാൻ പറ്റാത്തതിന് നമ്മൾ ഷോർട്ട് ടേം എന്ന് പറയും. എല്ലാം മാറ്റാൻ പറ്റുന്നതിന് നമ്മൾ ലോങ് ടേം എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അതിൽ ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ സാധനം ഷോർട്ട് ടേമുമായി ബന്ധപ്പെട്ടതാണ്. ഇനി എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പിന്നെ നിങ്ങൾ എന്തായെന്നറിയോ? ഒരു ക്ലാസ്സിൽ നിന്ന് നല്ല ബഹളം ഉണ്ടാക്കിയപ്പം ആരും എന്താണെന്നില്ല പഠിക്കുന്നില്ല, ഭയങ്കര ബഹളമാണ്. അപ്പോൾ എന്താക്കി? ടീച്ചർ നിങ്ങളെ പിടിച്ചായിട്ട് ഒരു റൂമിൽ കൊണ്ടുപോയി ഒറ്റയ്ക്ക് പഠിക്കാൻ വേണ്ടി നിർത്തി. അപ്പം നിങ്ങളെന്തായി? ഒറ്റയ്ക്ക് നല്ലോണം പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി? ഒരു 2 ചെക്കന്മാരും കൂടെ എന്താക്കി? അങ്ങോട്ട് കൊണ്ടുവന്ന്. അപ്പോൾ എന്താക്കി? പഠനത്തിൻ്റെ റിസൾട്ട് നല്ലോണം എന്താക്കുകയാണ്? നിങ്ങളിങ്ങനെ പഠിക്കുകയാണ്. പിന്നെ എന്താക്കി? 3-4 ആളുകളെ കൊണ്ടുവന്ന്. അപ്പോൾ എന്തായി? പിന്നെയും പഠിച്ച്. പിന്നെ കുറച്ചും കൂടെ ആളെ കൊണ്ടുവന്ന്. അപ്പോൾ പണ്ടത്തെ അത്ര ഉഷാറില്ല, പഠനം ഉണ്ട്, പക്ഷേ പണ്ടത്തെ അത്ര ഒന്നുമില്ല, ഉഷാറില്ല. പിന്നെ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും എന്തായി? ഇവിടെ എത്തി. അപ്പോൾ എന്തായി? പഠനത്തിൻ്റെ റിസൾട്ട് ഇങ്ങനെ താഴോട്ട് പോയി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നമ്മൾ ബിസിനസ്സിൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ലെന്നോ? എല്ലാ ഇൻപുട്ടിനെയും എല്ലാ സൗകര്യത്തെയും നമ്മൾ എന്താക്കുന്നില്ല? മാറ്റുന്നില്ല. കുറഞ്ഞ സാധനത്തെ, അതല്ലെങ്കിൽ ചില സാധനങ്ങൾ നമ്മൾ എന്താവുന്നില്ല? മാറ്റാതെ അവിടെ വെക്കുകയാണ്. ഇനി നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ഒരു ഹോട്ടലാകെ എത്ര വലുപ്പമുള്ളത്, ഹോട്ടലിൻ്റെ കിച്ചണമെന്ന് വിചാരിക്കാം. ഇവിടെ ആദ്യം ഒരു ഗ്യാസിൻ്റെ അടുപ്പ്, പിന്നെ ഒരു പൊറോട്ട പണിക്കാരനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാഷ്യർ, ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്ര പോകുന്ന അടുക്കളയിൽ, ഇത്ര പോകുന്ന കിച്ചണിൽ എന്താക്കിയെന്നോ? ആദ്യം ഒരാളേനും അപ്പോൾ അത്യാവശ്യം നല്ല സാധനം ഉണ്ടാക്കിയേന്. പിന്നെ 2 ആളായപ്പോൾ എന്തായി? ഒന്നുകൂടെ സൗകര്യമായി, കൂടുതലുണ്ടായി. 3 ആളായപ്പോൾ എന്തായി? ഒന്നുകൂടായി. 4 ആളായപ്പോൾ എന്തായിരുന്നു? തിരിയാനും അറിയാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും കുറച്ചൊക്കെ സാധനം ഉണ്ടാകുന്നുണ്ട്, മറ്റേതിൻ്റെ അത്ര ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെന്തായി? കുറേ ആളുകൾ കൂടിയപ്പോൾ എന്തായിരുന്നോ? മര്യാദയ്ക്ക് സാധനം ഉണ്ടാക്കാൻ കഴിയാതെയായി. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചെന്നറിയോ? ലേബർ കൂട്ടി, തൊഴിലാളികളുടെ എണ്ണം കൂട്ടി, പിന്നെ ഇൻപുട്ട്, അതായത് മൈദൻ്റെ എണ്ണം കൂട്ടി. അതേസമയം ഈ ലാൻഡ് എന്നുള്ള സാധനം എന്തായാലും കൂട്ടിയില്ല.
ലാൻഡ് എന്നുള്ള സാധനം കൂട്ടാത്തതുകൊണ്ട് എന്താ സംഭവിച്ചത്, ഒരു പരിധി വരെ എന്താ ഇതിങ്ങനെ അത്യാവശ്യം നല്ല ഉഷാറായി പോയി. പിന്നെ എന്തായി, ആ ഉഷാറ് കുറഞ്ഞ് പിന്നെ അത് പറ്റ തീരല്ലാണ്ടായി. ഓക്കെ, ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഷോർട്ട് ടേമിൽ നമ്മൾ പിന്നെ ഒരു ഇൻപുട്ട് മാറ്റാതെ, അതായത് ചില ഇൻപുട്ടുകൾ അവിടെ എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഒരു ഇൻപുട്ട് ഫിക്സഡ് ആയിരിക്കുക, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂട്ടുകയാണെങ്കിൽ അതിന് 3 സ്റ്റേജ് ഉണ്ടാവും. ആ 3 സ്റ്റേജിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞത് നല്ല പിന്നെ വളർച്ച ഉണ്ടാകുന്ന സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളർച്ച ഉണ്ടാവും, പക്ഷേ അത്ര വളർച്ച ഉണ്ടാവില്ല, ആദ്യത്തെ അത്ര ഉണ്ടാവില്ല. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞത് എന്താണ്, അത് വളർച്ചയല്ല, പകരം താഴോട്ട് വരുന്ന സ്റ്റേജാണ്. ഇങ്ങനെ 3 സ്റ്റേജ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിനൊരു ഡയഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഡയഗ്രാം വരക്കൽ എന്താണ് നിർബന്ധമാണ്. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിവിടെ കണ്ടോ, ഇതാണ് നമ്മളെ ഈ പ്രൊഡക്ഷൻ്റെ സാധനം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ കണ്ട നിങ്ങൾ ഫസ്റ്റ് ഇവിടുന്നതാ നേരെ അങ്ങോട്ട് നേരെ കുത്തനെ പോയേക്കാണ്. ഈ കുത്തനെ പോകുമ്പോൾ ഇതുവരെയുള്ള ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞത്. ഇവിടെ വരെയുള്ള സ്റ്റേജ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് പറയാം. ആ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ നോക്കുക, ഇതിങ്ങനെ വളയാണ്, സംഗതി മേലോട്ടാണ്, പക്ഷേ ശരിക്കും എങ്ങനെ പോകണം, ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറി പോകണ്ടേ, അപ്പോഴല്ലേ ഇതേ നേരെ പോലുണ്ടാവുള്ളൂ. ഇവിടെ വരെ നല്ല ഉഷാറിൽ പോയി, അവിടുന്ന് പിന്നെ എന്തായി പോകുന്നുണ്ട്, പക്ഷേ ആ പോക്ക് എന്തായി മന്ദഗതിയിലായി, പിന്നെന്തായി അത് താഴോട്ടായി. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഓക്കെ, ഇത് രണ്ടാമത്തെ സ്റ്റേജ്. ഓക്കെ, ഇത് ഇൻക്രീസിങ് ആണ്. അതേസമയം ഇത് ഇൻക്രീസ് അറ്റ് ഡിക്രീസിങ് റേറ്റ് ആണ്. മൂന്നാമത്തെ എന്താണ്, താഴോട്ടാണ്. ഇങ്ങനെ 3 എന്തുണ്ട്, സ്റ്റേജ് ഉണ്ട് എന്ന്. അപ്പോൾ ഈ 3 സ്റ്റേജിനെ ഈ പിന്നെ ഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോമ്പണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കോമ്പണൻസ്, അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനാണ് പറഞ്ഞത്. ആദ്യം അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ മാക്രോ എക്കോണമിയാണ് കേട്ടോ, മൈക്രോ അല്ല, മാക്രോ ആണ്. മാക്രോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, ആ രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ മൊത്തം ഡിമാൻഡ്, അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നടർത്ഥം, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മൊത്തം ഡിമാൻഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് സി എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗസ്. ആദ്യം നമ്മൾ 4 സെക്ടറുകൾ പറയാം. 4 സെക്ടർ ഏതൊക്കെയാണ്, മാക്രോയിലെ 4 സെക്ടറുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൗസ് ഹോൾഡാണ്, പിന്നൊന്ന് ഫേമാണ്, പിന്നൊന്ന് ഗവൺമെൻറ്റാണ്, പിന്നൊന്ന് എക്സ്റ്റേണലാണ്. ഈ 4 ടീമും ഈ 4 സെക്ടറും ചിലവഴിക്കുന്ന പൈസക്കാണ് നമ്മൾ എന്തെന്ന് പറയാം, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയാം. ഈ 4 സെക്ടറും ചിലവഴിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയാം. അതിൽ ഈ ഹൗസ് ചിലവഴിക്കുന്നതിന് നമ്മൾ പറയുന്ന പേര് സി എന്നാണ്, കൺസംഷൻ. പിന്നെ ഫേം ചിലവഴിക്കുന്നതിന് നമ്മൾ പറയാം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. ഗവൺമെൻറ് ചിലവഴിക്കുന്നതിന് നമ്മൾ പറയാം പിന്നെ ജി എന്നാണ്. പിന്നെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രത്തിൻ്റെ പുറത്തുള്ളവർ, അത് ചിലവഴിക്കുന്നതിന് നമ്മൾ പറയാം X-M എന്നാണ്. എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പോർട്ടും എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടും ആണ്. അപ്പോൾ കോമ്പണൻറ്റുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആണ് ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കോമ്പണൻസ്. അത് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഉൾപ്പെട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. C+I+G+X-M. അതിൽ സി എന്ന് പറഞ്ഞാൽ എന്താണ്, സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗസ് ഹോൾഡ് ചിലവഴിക്കുന്നതാണ്. ഹൗസ് ഹോൾഡ് ചിലവഴിക്കുന്നതിന് 2 എണ്ണം ഉണ്ട്. ഒന്ന് വരുമാനത്തിനനുസരിച്ച് ചിലവഴിക്കുന്നതും, അതോടൊപ്പം സി ബാർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സി ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുമാനമില്ലാത്ത ആളുകൾക്കും എന്തുണ്ടാവും, നമ്മളെ ഹൗസ് ഹോൾഡിൽ ചിലവുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ പ്രായം ചെന്ന ആളുകളും അതുപോലെ തന്നെ പണിക്ക് പോവാത്ത ചെറിയ മക്കളും ഉണ്ടാവും. അവർക്ക് വരുമാനം ഉണ്ടാവില്ല, അതേസമയം അവർക്ക് എന്തുണ്ടാവും, ചിലവുണ്ടാവും. അവർക്ക് ഭക്ഷണം വേണം, പിന്നെ ഡ്രസ്സ് വേണം, ഈ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അവർക്ക് എന്താവശ്യമുണ്ട്, ചിലവുണ്ടാവും, അതേസമയം എന്തുണ്ടാവില്ല, വരുമാനം ഉണ്ടാവില്ല. അപ്പോൾ ഈ കൺസംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വരുമാനത്തു നിന്നുള്ള ചിലവും, ഈ സി ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുമാനം ഇല്ലാത്തവർക്കുള്ള ചിലവും. അപ്പോൾ ഇത് രണ്ടും എന്തുണ്ടാവും, സിയിലുണ്ടാവും. ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫേമുകൾ പിന്നെ സാധനം വാങ്ങാൻ വേണ്ടി എത്രയാണോ ക്യാഷ് ചിലവാക്കുന്നത് അതിനാണ് നമ്മൾ പിന്നെ ഐ എന്ന് പറയാം. പിന്നെ പറയുന്നത് ജി ആണ്. ജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇവിടെ സ്കൂൾ ഉണ്ടാക്കുന്നുണ്ട്,
ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ പല സാധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിലാണ് വിടുക? ജിയിലാണ് വിടുക. പിന്നെ X-M. ഓക്കെ, നമ്മൾ നെറ്റ് എക്സ്പോർട്ട് എന്നാണ് ഇനി പറയുക കേട്ടോ. അതായത് പിന്നെ എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഉണ്ടാകുക. ഓക്കെ, ഇനി പാർട്ട് 3 2 ക്വസ്റ്റ്യനും കൂടി എന്താ ഉള്ളത് നമുക്ക് ബാക്കിയുള്ളൂ. ഒന്ന് പിന്നെ മാച്ച് ദ ടേബിളാണ്. സിമ്പിൾ സാധനമാണ്, നമുക്കെന്താകും വേഗം നോക്കിയാൽ തന്നെ എന്താവും അത് കിട്ടും. അതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കണ്ടങ്ങൾ ആവറേജ് കോസ്റ്റ് എന്ന് കണ്ടില്ലേ? ഈ ആവറേജ് കോസ്റ്റ് കാണാനാണെങ്കിൽ എപ്പോഴും എന്തുണ്ടാവുന്നോ അടിയിൽ ക്യൂ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, അത് നോക്കിയാൽ മതി. ആവറേജ് കോസ്റ്റ് അതായത് TC/Q, ഇതാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇപ്പം നമുക്ക് എന്തുണ്ടെന്നറിയോ? ഒരു സാധനം ഉണ്ടാക്കാൻ നമുക്ക് 100 റുപ്യ ചിലവായി. 100 റുപ്യ ചിലവാക്കിയിട്ട് നമുക്ക് കിട്ടിയ എത്ര സാധനമാണെന്നറിയോ? 10 സാധനമാണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് കോസ്റ്റ് എത്ര? ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും എത്ര ചിലവായത്, അതിനാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുക. അതുണ്ടാക്കാൻ എന്തായി? ഒന്നുമില്ല, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്യൂ എത്ര? ഇവിടെ 10. അപ്പം ആവറേജ് കണ്ടാൽ നിങ്ങൾ നോക്കിയാൽ അടിയിൽ ക്യൂ ഉണ്ടോ നോക്കിയാൽ മതി, വേഗം എന്താക്കുക അങ്ങോട്ട് കണക്ട് ചെയ്യാം. രണ്ടാമത്തെ സാധനം ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആണ്. ഇത് നിങ്ങൾ പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ അവിടെ പഠിച്ച സാധനമാണ്. ഓക്കെ, അതായത് MCയും ACയുമായിട്ട് കൂടിച്ചേരുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഏതായാലും ഈ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അവസാനം എന്തുണ്ടാക്കുന്നുണ്ട്, ആ സാധനം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അവിടെ ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയും. പിന്നുള്ളത് ഐസോകൗണ്ടാണ്. ഐസോകൗണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരേ ഔട്ട്പുട്ട് തരുന്ന വ്യത്യസ്ത ഇൻപുട്ടുകൾ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാധനം, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന സാധനം. നമ്മൾ ഇൻപുട്ടുകൾ ഇങ്ങനെ മാറ്റി കൊടുത്താലും നമുക്ക് സെയിം ഔട്ട്പുട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ഐസോകൗണ്ട് എന്ന് പറയാം. പിന്നെ നമുക്കിവിടെ ബാക്കിയുള്ളത് ഒരേ ഒരു സാധനമാണ്, നമ്മളെ ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് ലോങ് റണ്ണുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയുന്നത് എക്സ്പ്ലെയിൻ ആൻഡ് 2 റീസൺ GDP. വൈ GDP ക്യാൻ ബി കൺസിഡർഡ് ആസ് ഇൻഡെക്സ് ഓഫ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് കൺട്രി. ഓക്കെ, എന്താ പറഞ്ഞതെന്നറിയോ? നമ്മുടെ നാട്ടിലെ GDP കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ രാഷ്ട്രത്തിൽ ജനങ്ങളൊക്കെ നല്ല മെച്ചത്തിലാണ് എന്ന് എന്തുകൊണ്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റൂല? ശരിക്കും GDP കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? ആ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് കൂടുക എന്നല്ലേ? അപ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് കൂടുമ്പം ആ ജനങ്ങളുടെ ക്ഷേമം നമുക്ക് കൈമെന്ന് മനസ്സിലാക്കാൻ പറ്റൂലേ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ എന്താണെന്നില്ല GDP കൊണ്ട് വെൽഫെയർ ഉണ്ടാകില്ല എന്ന് നമ്മൾ പറയാൻ എന്താണ് കാരണം? അതിലൊന്നാമത്തെ കാരണം പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ 10 ആളുകൾ അങ്ങനെ ഒരു ഉദാഹരണത്തിന് എടുക്കുക. 10 ആളുകൾ കഴിഞ്ഞ മാസം പണിക്ക് പോയിട്ട് കിട്ടിയത് എത്രയാണ്? 1 ലക്ഷമാണ്. 10, 100, 1000, 14 ലക്ഷം. 1 ലക്ഷം റുപ്യയാണ് കിട്ടിയത്. എന്നാൽ ഇപ്രാവശ്യം പണിക്ക് പോയിട്ട് കിട്ടിയത് 1,50,000 വിചാരിക്കുക, അല്ല 1,10,000 വിചാരിക്കുക. അപ്പം നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും, അപ്പോൾ ഇപ്രാവശ്യം എന്തായേക്കാണല്ലോ, രാഷ്ട്രം മെച്ചപ്പെട്ടേക്കാണല്ലോ, ജനങ്ങൾ ക്ഷേമം ഉണ്ടായേക്കാണല്ലോ തോന്നും. പക്ഷേ റെഡിയല്ല. കാരണം എന്താണെന്നറിയോ? ഈ 1,10,000 നേരത്തെ 1 ലക്ഷം കിട്ടിയതിൽ 10 ആൾക്കാർക്ക് 10,000 വെച്ച് പണിക്കുഴപ്പം കിട്ടിയതാണ്. എന്നാൽ ഇതിൽ 6 ആളുകൾ എന്തായിട്ടുള്ളൂ? 10,000 കിട്ടിയിട്ടുള്ളൂ. ബാക്കി 3-4 ആളുകൾക്ക് പൈസ അല്ല. ബാക്കി 2 ആളുകളുടെ അടുത്താണ് എന്തുള്ളത്? ബാക്കിയുള്ള മൊത്തം പൈസ കിടക്കുന്നത്. 50,000 2 ആളുടെ കയ്യിലാണ് ഉള്ളത്. മനസ്സിലായി എന്ന് തോന്നുന്നു. അതായത് ഒന്നുകൂടെ ഇവിടെ എന്താകുന്നില്ല, തുല്യത എന്ന് പറഞ്ഞ സാധനമില്ല. ഒന്നുകൂടെ പറയാം, നമ്മൾ ഇന്ത്യൻ്റെ കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ അംബാനിക്കും അദാനിക്കും വളർച്ച ഉണ്ടെങ്കിൽ എവിടെ കാണിക്കും? GDPയിൽ അത് കാണിക്കും. പക്ഷേ നമ്മളെ നാട്ടുകാർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ GDP ഉയർന്നാലും നാട്ടിൽ വെൽഫെയർ ഉണ്ടെന്ന് പറയാൻ പറ്റൂല. അതാണ് ഒന്നാമത്തെ കാരണം. ഓക്കെ,
ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ GDP-യിൽ എല്ലാ സാധനവും എന്താകുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. എല്ലാ സാധനവും ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ എന്താകുന്നുണ്ട്, ഉമ്മാർ അതുപോലെ തന്നെ നമ്മളെ വൈഫുമാരൊക്കെ എന്താകുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് എന്താകുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. ഈ അധ്വാനത്തിന് നമ്മൾ പണത്തിൻ്റെ മൂല്യത്തിൽ കാണലുണ്ടോ? ഇല്ല. അപ്പോൾ ഈ GDP-യിൽ എന്തായിട്ടില്ല, എല്ലാ സാധനവും എന്തായാലും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് മനസ്സിലായില്ലേ? ഇതേ സാധനങ്ങൾ പുറത്തുനിന്ന് ആരും വന്നാൽ നമ്മളെന്താവും, പൈസ കൊടുക്കേണ്ടി വരുമല്ലേ? ഓക്കെ, രണ്ടാമത്തെ കാരണം. പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞത്, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേനെക്കാട്ടി എന്തായിരുന്നു, 10 ലക്ഷം നമുക്ക് അധികം ലാഭം കിട്ടി. പക്ഷെ അത് എന്തുമെന്നറിയോ? പിന്നെ കള്ള് കച്ചവടമാണ്, ലിക്വർ കൊടുത്തിട്ടാണ്, അതല്ലെങ്കിൽ പിന്നെ കഞ്ചാവാണ്. സംഗതിയിൽ എന്തുണ്ടാവും, വരുമാനം ഉണ്ടാവും. പക്ഷേ ആ വരുമാനം നാട്ടുകാർക്ക് കാര്യമുണ്ടോ? നാടിനെ നശിപ്പിച്ചിട്ടുള്ള വരുമാനമല്ലേ അത്, വെൽഫെയർ നഷ്ടപ്പെടുത്തിയേക്കാണ്. അതല്ലെങ്കിൽ വലിയൊരു ഫാക്ടറി എന്തായി അവിടെ വന്ന് കുറേ ആളുകൾക്ക് തൊഴിലൊക്കെ കിട്ടിയാണ്. അപ്പോൾ GDP കൂടും. അതേസമയം അതിനേക്കാളും വേഗത്തിൽ എന്താകുന്നുണ്ട്, അത് നമ്മളെ പ്രകൃതിയെ എന്താകുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വെൽഫെയർ എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അത്രയേ ഉള്ളൂ. GDP കൂടി എന്നുള്ളത് കൊണ്ട് അവിടുത്തെ ജനങ്ങളെല്ലാവരും വെൽഫെയറിലാണ് എന്ന് നമുക്ക് എന്താക്കാൻ പറ്റില്ല, പറയാൻ പറ്റൂല. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ പാർട്ടിലുള്ളത്. അസ്സലാമു അലൈക്കും.